അപ്പോൾ പത്രത്തിൽ പരസ്യം വരും. വരും. വന്ന ഗുണമുണ്ടാവുമോ? ഗുണമുണ്ടാവും തന്നെ അച്ഛാ പ്രതീക്ഷ. ഒന്നല്ല 2 പേരെയാ കാണാതായത്. കണ്ടുപിടിക്കാൻ നമ്മളും കൂടി ശ്രമിക്കണ്ടേ അച്ഛാ? ആ ശ്രമത്തിന്റെ ആദ്യപടിയാ ഈ പരസ്യം. പാർവതി ഇറങ്ങിപ്പോയതിനൊരു കാരണമുണ്ടല്ലോ. ഈ വീട്ടിലൊരു വഴക്ക് നടന്നു. പക്ഷേ പ്രേമയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ലല്ലോ. അവിടെ എനിക്ക് സംശയം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശത്രുക്കൾ വല്ലതും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോന്ന്. നമുക്ക് 2 കൂട്ടർക്കും പൊതുശത്രുക്കളാണല്ലോ ഉള്ളത്. ഈ സംശയം എനിക്കുണ്ട്. പക്ഷെ ആധികാരികമായിട്ട് പറയണമെങ്കിൽ തെളിവ് വേണമല്ലോ നമുക്ക്. അതില്ലാത്താണല്ലോ നമ്മൾ നേരിടുന്ന പ്രശ്നം. അച്ഛനറിയോ, ശരത്തിനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചായിരുന്നു ഞാൻ. ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ, നിയമം നൽകുമായിരുന്ന ശിക്ഷയ്ക്ക് വിധേയമാക്കാതെ അവൻ അർഹിക്കുന്ന പരമാവധി ശിക്ഷ മരണം. അത് നൽകാനായിരുന്നു ഞാൻ തയ്യാറെടുത്തോണ്ടിരുന്നത്. എങ്ങനെ അത് ചെയ്യണമെന്ന് വരെ ഞാൻ തീരുമാനിച്ചതാ. അപ്പോഴാ ഇവിടെ അമ്മയും അവിടെ പ്രേമിച്ചേയും. ഇനി അവര് തിരിച്ചു വരാതെ ഒന്നിനും പറ്റില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ടച്ചാ, ഈ കാണാതായതിന് പിന്നിലും അവന് നല്ല പങ്കുണ്ടെന്ന്. പ്രേമിച്ചയുടെ കാര്യത്തിലും എന്തുകൊണ്ട് സംശയിച്ചൂടെ സിദ്ധു? ചന്ദ്രയുടെ ഏറ്റവും അടുത്ത സുഹൃത്താരാ? ശരത്തല്ലേ? എല്ലാവരും കൂടി ഒത്തുള്ള കളിയായത്. വളരെ ശ്രദ്ധയോടെ നീങ്ങിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ ചെന്ന് പെടും. അത് ശരിയാ. നഷ്ടപ്പെടാനുള്ള നമുക്കാണല്ലോ, അവർക്കല്ല. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയ അതിന് കാരണക്കാരായവരെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെന്നാ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈയൊരു പരസ്യം അതിനുള്ള തുടക്കമാവട്ടെ. ഒരാളെങ്കിലും ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. തൊട്ടടുത്ത നിമിഷം ഞാനവിടെ ഓടിയെത്തി എങ്ങനെയെങ്കിലും രക്ഷിച്ചേനെ. അങ്ങനെ സംഭവിക്കാൻ ഇടവരട്ടെ സിദ്ധു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടല്ലോ.